പെരുമ്പാവൂരിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് എന്തായിക്കാ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ പട്ടിണി ഉണ്ടോ, എന്തായിക്കാ കേൾക്കണത്, വല്ല വസ്തു എന്താണ് അയാളുടെ കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മലപ്പുറം ജില്ലയിൽ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ മീറ്റിങ്ങിനിടെ പറഞ്ഞത് കൂട്ടുകാരോടുത്ത് വാട്സപ്പിൽ വിട്ടതാണ്. ഇത് സത്യമാണ് പറഞ്ഞത്. ഞാൻ ഒന്നങ്ങോട്ട് വരാറിന് ആയിക്കോട്ടെ. അപ്പം എൻ്റെ താമരശ്ശേരി ഭാഗത്തുനിന്ന് ഒരാൾ വിളിച്ചുകൊണ്ടോ നിങ്ങൾ പെരുമ്പാവൂരിൽ നിന്ന് വിളിച്ചിരുന്നോ, പിന്നെ എന്തൊക്കെ മലപ്പുറം ജില്ലയിൽ ഇത്രയൊക്കെ പട്ടിണി ഉണ്ടോ, കഷ്ടപ്പാടുണ്ടോ, ഒരു നേരം അരിക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ടോ? ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ ഇവിടെ എനിക്ക് പൈസ വേണമെങ്കിൽ വന്നാൽ കാണാറ്. ഞാൻ നാളെ വരാനാണ്. അപ്പോൾ ഇപ്പോൾ 7 മണിക്ക് ഒക്കെ എയർപോർട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ മുസാഫർഖാന പള്ളീൻ്റെ അടുത്താണ് ഓഫീസ്, അവിടെ ഉണ്ടാവും. ഒരു 7 മണി സുബഹിക്കൊണ്ട് പോകുന്നവരെയാണ്. 5:50 ഒരു ഫോണ്. ഞാൻ മുസാഫർഖാന പള്ളി നിസ്കരിച്ചിട്ടുണ്ട്, ഇവിടെ കാത്തിരിക്കുക, നിങ്ങൾ എവിടെയാണ്? അപ്പോൾ താമരശ്ശേരിയിൽ നിന്ന് അയാൾ 4 മണിക്ക് നീച്ചിട്ട് പെരുമ്പാവൂരിൽ നിന്നൊരു മെസ്സേജ് ഇവിടെ എത്തിയിട്ട് അവിടുന്ന് താമരശ്ശേരിയിൽ നിന്ന് അയാൾ സുബഹിൻ്റെ ജമാഅത്ത്, ഇവിടെ ബാങ്കൊടുത്തുള്ള ജമാഅത്ത് പള്ളിയിൽ. അപ്പോൾ അയാൾ വന്ന ഇതിൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്, കുറച്ച് ഭക്ഷണം വാങ്ങിക്കൊടുക്കണം, ആ പട്ടിണി നടക്കേണ്ട വീട് അവിടെ എനിക്ക് കാണണം എന്നാണ് അയാൾ പറഞ്ഞത്. താനൂരിന് ഞാൻ കസിമക്കാനെ വിളിച്ച് പറഞ്ഞു, അവിടെ കുറച്ച് ഒരു 20,000 റുപ്യ വരെയുള്ള സാധനങ്ങൾ അയാൾ ഇൻട്രാസ്റ്റിൻ്റെ കാറി കയറ്റേണ്ടി വന്നു. പച്ചരിയും ചാക്കരിയും പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് ഒരു 25 കിലോയിലധികം വരുന്ന കിറ്റാണ്. പക്ഷേ എനിക്കും കാസിമാക്കൊക്കെ കിറ്റ് എടുക്കാനായി ഒന്നിച്ച് കെട്ടിപ്പോയി. പീഡിയക്കാരെ വിളിച്ച് പറഞ്ഞപ്പോൾ ഒന്നിച്ച് കെട്ടി. 25 കിലോ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്നില്ല. നിങ്ങളെക്കാട്ടും ചെറുപ്പക്കാരാണ് ഞാൻ, നിങ്ങളൊന്നും പ്രശ്നമാക്കണം. മൂപ്പര് നേരെ തോൽക്കാണ്ട് വെക്കുകയാണ്. എന്നിട്ട് ഓരോ സ്ഥലത്തേക്കും മൂപ്പര് അങ്ങനെ പോവാം. ഇതെന്താ ഇങ്ങനെ ഞങ്ങൾ രണ്ടാളിപ്പോൾ പിന്നെ 2 പീസാക്കി നമുക്ക് എടുക്കാം, പക്ഷേ അതൊന്നും പ്രശ്നമില്ല. ഞാൻ അപ്പോൾ നോക്കുമ്പോൾ അയാളൊരു ഫാക്ടറിൻ്റെ ഉടമയാണ്. അങ്ങനെ പോയി താന്തൂരിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പോയി ലാസ്റ്റിൽ കൂട്ടായിൻ്റെയും പൂരപ്പുറത്തിൻ്റെ ഇടയിൽ വാക്കാട് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഇങ്ങനെ നമ്മൾ തീരദേശമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക വെച്ചിട്ട് പോണ പോക്കിൽ ഒരു കുറച്ച് ആദ്യം എഴുതി വെച്ചൊക്കെ ലിസ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം അതിൽ കൂട്ടായി വരെ പോവാ എന്നുള്ള രീതിയിൽ തീരദേശം കൂടെ പോകുമ്പോൾ അവിടെ ഈ വീട്ടിലൊരു ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുക്കണമല്ലോ നമുക്ക്, അതൊക്കെ പറഞ്ഞതാണല്ലോ. അതിൽ അവിടെ നിന്ന് പോവാം. അപ്പോൾ കാശ്മീർക്കാർ ഒരു കിറ്റ് ഇവിടെയും കൊടുക്കാമല്ലോ, അവിടെ കുട്ടികളില്ലല്ലോ, നയിച്ചുള്ള ഒരാളില്ലല്ലോ. ഇപ്പോൾ ഉള്ള ഒരാൾ ഗൾഫിൽ പോയിട്ട് കുടുങ്ങി കിടക്കുകയാണ്. ഗൾഫുകാരൻ്റെ വീട് പോയിട്ട് ഒരു ആട്ടുംകൂടിൻ്റെ മാതിരിലൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ കണ്ട രംഗം ഇയാൾ മുന്നിലും ഞങ്ങൾ രണ്ടാളും കുറച്ച് ദൂരം നടക്കാണ്. എൻ്റെ പെരക്കാർ ബാക്കിലും ഞാനും കാച്ചുമാക്കിയും ബാക്കിലും മുന്നിലും. അതിൻ്റെ മുന്നിൽ ഇയാൾ ചാക്കെടുത്തിട്ട് ഭയങ്കര നടത്തങ്ങനെ ഭയങ്കര സ്പീഡിൽ നടക്കുക. അപ്പോൾ ആ വീടിൻ്റെ ചെരുവിൽ ഒരു പെണ്ണ്, ഒരു 10-15 വയസ്സായ സ്ത്രീ ഇങ്ങനെ ഊര വളഞ്ഞിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നെഞ്ഞിങ്ങനെ ഒയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ കണ്ടിട്ടില്ല, പണി കീബോർഡ് നോക്കിയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുക. അപ്പോൾ ഞാനൊരു ഒച്ച ഉണ്ടാക്കി ഒന്ന് കണ്ടോട്ടെ അരിച്ചു. അപ്പം പിന്നെ ഒരുവിധം കഷ്ടി നാട്ടത്തിൽ നീച്ച് ആ പെണ്ണകത്ത് കണ്ടുപോയി, ഒരു ഓലക്കൂര. അപ്പോൾ ഇയാളെ എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, ആ പെണ്ണിന് ശ്വാസം മുട്ടലാണ്, TV ഉണ്ടോയെന്ന് അറിയില്ല, മുമ്പ് നാൾ പോയപ്പോൾ എന്തോ വല്ല ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിരുന്നു. ആയിക്കോട്ടെ തന്നെ പോയി സാധനക്കട വെച്ച് ആ പെണ്ണ് ഉള്ളിക്കൂടാണ്ട് ചെന്ന്. അപ്പോൾ ആ ഉമ്മ ഇങ്ങനെ ഖുർആൻ ഓതി നിസ്കാരപ്പായിലിരുന്ന് ഇങ്ങനെ മുസാഫും വെച്ച് ഇങ്ങനെ കുത്തിരിക്കുകയാണ്. ഞങ്ങൾ കണ്ട മുസാഫാണ്ട് വെക്കുകയാണ്. അപ്പോൾ എന്താ സത്യം ഒരു മോളവിടെ പുറത്തിരിക്കുന്നു ചോദിച്ചപ്പോൾ ഓൾക്ക് ആശുപത്രിക്ക് പോകാൻ പൈസ ഇല്ല. ഓൾ എന്നോട് ചോദിച്ചിട്ട് ഞാൻ എന്താണ് ചെയ്യുക? അവളെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ്, ഓൾ രോഗിയാണ്, ഓൾക്ക് ഇന്ന് ഡോക്ടറെ അടുത്ത് പോകാൻ പൈസ ഇല്ല, ഈ വീട്ടിൽ ഭക്ഷണമൊന്നുമില്ല, ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു പണി ചെയ്തിട്ടുണ്ട്, അത് അള്ളാനെ ഏൽപ്പിച്ചിട്ടുണ്ട്, കാര്യം പഠിച്ചവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാനോട് നേരിട്ട് എൻ്റെ കാര്യം പറയാൻ ഇവിടെ ആരോടും പറയാനില്ല. ഓൾ ആശുപത്രിക്ക് കൊണ്ടാനൊന്നുമില്ല, ഓൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഇവിടെ ഒന്നുമില്ല. ഓൾ എന്നോട് എന്നെ ആശുപത്രിക്ക് കൊണ്ടാത്ത എന്നോട് പ്രയാസപ്പെട്ടിട്ട് ഓൾ പുറത്തു പോയിരുന്നു ഇങ്ങനെ കാച്ചുകൊണ്ടിട്ട് ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവിടെ ആട്ടോത്തിരിക്കുകയാണ് ഇങ്ങനെ. പക്ഷെ ഞാൻ പറയേണ്ടവനോട് പറഞ്ഞിട്ടുണ്ട്. അത് വല്ലാതെ മനസ്സിൽ കൊണ്ട് അപ്പോഴൊരു ആയത്ത് തോന്നുന്നു, മനക്കാന യൂനില്ലാഹി വൽ ആഖിറ വമൻ യത്തഖില്ലാഹു യജ്അൽ ലഹു മഖ്റജ വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹു ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരി ഖുൽ ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ. സൂറത്ത് തലാഖായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയത്തിൻ്റെ ഒരായത്തിൽ പറഞ്ഞ വാക്ക്, അള്ളാഹുവിനും മന്ദിരത്തിലും വിശ്വസിച്ച് വരുന്നവർക്ക് ഉപദേശം നൽകപ്പെടുന്ന ഇതൊക്കെ ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നു അവനൊരു പോംവഴി ഏർപ്പെടുത്തി കൊടുക്കും. മാത്രമല്ല അവൻ കണക്കാക്കാത്ത വിധത്തിലൂടെ അവന് ഉപജീവൻ നൽകുകയും ചെയ്യുന്നതാണ്. സത്യത്തിൽ അള്ളാഹ് ഒരു റിസ്ക് ഉണ്ടാക്കിയ വഴി യഥാർത്ഥത്തിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ പടച്ചോനെ എന്താണ് ആ തവക്കുല്? ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾക്ക് രണ്ടാൾക്ക് താങ്ങാൻ പൊന്താത്ത സാധനം. എറണാകുളം ജില്ലയിലൊരു മനുഷ്യൻ താമരശ്ശേരി ജോലി ചെയ്തിട്ട് സുബൈൻ്റെ സമയത്ത് ഈ പള്ളിയിലെത്തിയിട്ട് ഞങ്ങളെയും കൂട്ടി അയാളെ വീട്ടിൽ ആ സാധനം അയാളെ ചുമലേറ്റ് അവിടെ എത്തിച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ പടച്ചവന്റെ ഒരു വാഗ്ദാനം, അതായത് വയറുസുകുമിൻ ഹൈസുലാ യഹ്തസിബ്, അവൻ കണക്കാക്കാത്ത വിധത്തിലൂടെ അവൻ ഉപജീവനം നൽകുകയും ചെയ്യും. ഒരപേക്ഷ കൊടുത്തിട്ടില്ല ആരെങ്കിലും ഒരാളെടുത്ത്, ഒരു റെക്കമെൻഡ് ചെയ്യാൻ ആളുകളില്ല, ഒരു ഫോൺ വിളിക്കാനാത്താത്തൊക്കെ ഫോൺ വിളിച്ചാൽ തന്നെ അമ്മക്കറിയില്ല. അവസാനം കുറച്ച് പൈസ എടുത്തു എൻ്റെ കൂടെയുള്ള ആള് പടച്ചോനെ എന്നുള്ളൊരു വിളിൻ്റെ വിളിച്ചാൽ, ഞാൻ എന്നോട് പറഞ്ഞ് കിട്ടിയല്ലോ എന്നുണ്ട് വിളിച്ചപ്പോൾ തന്നെ എൻ്റെ കൂടെയുള്ള ചെറുപ്പക്കാരൻ നിയന്ത്രണം വിട്ട് പൊട്ടിയാൽ കരയാണ്. എന്നിട്ട് പിന്നെ ഒപ്പര് പോയിട്ട് ആ ഓലദിമിൽ കൈ വെച്ചിട്ടാണ് അങ്ങനെ ഇരിക്കുകയാണ്. കാശിമാക്ക് അപ്പുറത്ത് പോയിട്ട് പടച്ചോനെ കാശിമാക്ക് അപ്പുറത്ത് കൂടി ഒരു നിലവിളി.